ഇനിയുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും പ്രധാനമന്ത്രി? സ്പീക്കർ ആരാവും? നിങ്ങൾക്കറിയാമോ? അതൊക്കെ അറബിയിലൊന്ന് പറഞ്ഞു കൊടുക്കാൻ. അതെ, പ്രതിപക്ഷ നേതാവിന് അറബിയിൽ സഈമുൽ മുആരിദ എന്നാണ് പറയുക. സഈമുൽ മുആരിദ യകുൻ സഈമുൽ മുആരിദ രാഹുൽ ഗാന്ധി മുംകിൻ. സഈം അൽ മുആരിദ, സഈം അൽ മുആരിദ ആണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയാം. ഓക്കെ. അതേപോലെ തന്നെ വസീറുൽ ആദം എന്നാണ് പ്രൈം മിനിസ്റ്റർക്ക് വസീറുൽ ആദം എന്ന് പറയാം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ നിങ്ങൾ അറബിയോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാലോ, ഞങ്ങളുടെ പാർലമെൻറ്റിലെ സ്പീക്കർ മയ്യക്കൂൻ റയീസുൽ ബർലമാൻ. സ്പീക്കർക്ക് പറയുക റയീസുൽ ബർലമാൻ എന്നാണ്. ബർലമാൻ എന്നാൽ പാർലമെൻറ്റ്. മിൻ യക്കൂൻ റയീസുൽ ബർലമാൻ മാനേജരി. ആരായിരിക്കും പാർലമെൻറ്റിലെ സ്പീക്കർ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഹോം മിനിസ്റ്റർ എന്ന് പറയുന്ന വാക്കുകൂടി നിങ്ങൾ പഠിക്കാം. ഹോം മിനിസ്റ്റർ ആരായിരിക്കും? അതിനെക്കുറിച്ച് വസീർ അദ്ദാഖിലിയാണ്. വിദേശകാര്യമന്ത്രി എന്നൊരു നാലാമത്തെ വാക്കുകൂടി നമുക്ക് പഠിക്കാം. വിദേശകാര്യമന്ത്രിക്ക് എന്താണ് പറയാം? വസീർ അൽ ഖാരിജിയ. അപ്പോൾ വസീർ അൽ ഖാരിജിയ, വസീർ അദ്ദാഖിലിയ. വിദേശകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി. മനസ്സിലായോ? അപ്പോൾ ഇതിൽ 4 വാക്കുകളും പലപ്പോഴും നിങ്ങൾക്ക് അറബികളുമായി സംവദിക്കാൻ പറ്റിയതാണ്. മിൻ യക്കൂൻ റയീസ് അൽ ബർലമാൻ. ആരായിരിക്കും ഇന്ത്യൻ പാർലമെൻറ്റിലെ സ്പീക്കർ? റയീസ് അൽ ബർലമാൻ അൽ ഹിന്ദിയ. അതുപോലെ പ്രതിപക്ഷ നേതാവിന് പുതിയൊരു പേരാണ്, നിങ്ങളത് എഴുതിണ്ടാക്കിയാൽ കിട്ടൂല. സഈം എന്നാണ് പറയുക. സഈം അൽ മുആരിദ പ്രതിപക്ഷം എന്നാണ്. സഈം അൽ മുആരിദ ഫി ബർലമാൻ അൽ ഹിന്ദിയ. ബർലമാൻ പാർലമെൻറ്റ് എന്ന് പറയാം. ഓക്കെ. ബർലമാൻ പാർലമെൻറ്റ് എന്ന്. ഓക്കെ. ഇങ്ങനെ അൽ ഹുക്കൂമ അൽ ഹിന്ദിയ, ഇന്ത്യൻ സർക്കാർ, ഇന്ത്യ ഗവൺമെൻറ്. അൽ ഹുക്കൂമ അൽ ഹിന്ദിയ, ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് പറയാം. ഇന്ത്യ ഗവൺമെൻറ്. ഖാനൂൻ അൽ ഹിന്ദിയ, ഇന്ത്യൻ നിയമസംഹിത, ഖാനൂൻ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് പഠിക്കുന്നത്. എപ്പോഴും ലൈവായി സാധാരണക്കാർ സംസാരിക്കുന്ന അവരോട് അറബിയിൽ നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളൊക്കെ പറയാൻ ഒരുപക്ഷെ സാധാരണ സംസാരത്തിൽ അവസരം കിട്ടിയാൽ നിങ്ങൾക്കിതൊക്കെ പറഞ്ഞു നോക്കിക്കൂടെ? ഓക്കെ. വസീർ എന്നാൽ മിനിസ്റ്റർ എന്നാണ്, വസീർ എന്ന് പറയാം. ഓക്കെ. അതുകൊണ്ട് ഇത്തരം അറബികളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല അറബികളോടൊപ്പം സംസാരിക്കുവാൻ ആവശ്യമായ പദങ്ങൾ അറിയുന്നതിന് അറബിക് യൂനി എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു ഓപ്പൺ ഫ്രീ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് സൂമിലൂടെ. നിങ്ങൾക്കതിലൊക്കെ നേരിട്ട് ചോദിക്കാവുന്നതാണ്. ലൈവാണ്. അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നതിനായി ഇതോടൊപ്പമുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ശുക്രാൻ.